നമസ്തേ മാഡം. നമസ്തേ. മാഡം ഇപ്പോൾ ഒരു 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ മാഡം വന്ന സമയത്ത് ഒത്തിരി കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഷോൾഡർ പെയിൻ, നീ ജോയിൻറ്റ് പെയിൻ, അതേപോലെ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നു, പിന്നെ റേഡിയേറ്റിംഗ് പെയിൻ ഫ്രം ദ ഇയർ ടു ദ നെക്ക്. സോ ഇപ്പോൾ 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മാഡത്തിന് ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പോൾ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ഞാനിവിടെ വരുമ്പോൾ രണ്ടുപേർ എന്നെ പിടിച്ചാണ് കാറിനകത്ത് നിന്ന് ഇറക്കിയത്. നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ആസ് മൈ ഓൺ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള പെയിൻസും സ്വെല്ലിംഗ് എല്ലാം അതൊക്കെ മാറി. ഇവിടുത്തെ എല്ലാ പെയിനും മാറി. ഇപ്പം ഞാൻ പോയി കഴിയുമ്പോൾ ശരിയാവും. ഒരു നെക്കിൻ്റെ സൈഡിൽ അതുമൊക്കെ മാറി. അതും മാറി. ഷോൾഡർ പെയിനും മാറി. ഈ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് മെഡിസിൻസ് മാത്രമല്ല, ലൈക്ക് ഡയറ്റിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്, അതേപോലെ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ലൈക്ക് 3 months അല്ലെങ്കിൽ ഒരു 6 months നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നതാണ്. സോ അതിനെ പറ്റി മാഡത്തിൻ്റെ അത് ഇവിടെ ഇവിടെ വന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയല്ല എനിക്ക് തോന്നിയത്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. ഡോക്ടേഴ്സും സപ്പോർട്ടിങ് സ്റ്റാഫും എല്ലാവരും വെരി കോപ്പറേറ്റീവ്. നല്ല കെയറാണ് അവർ തന്നത്. ഒരു ഫോൺ കോള് രാത്രിയാണെങ്കിലും വിളിച്ചാൽ നമ്മുടെ ഇതിനു വേണ്ടി അവർ വരും, ചൂടുവെള്ളം തരും, എല്ലാം അവർ തന്നുകൊണ്ടിരുന്നു. പിന്നെ ഡയറ്റ് നമ്മുടെ ശരീരത്തിന് ചേരുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്നാലും നല്ല ഇപ്പം അതിനോട് ഞങ്ങൾ അഡ്ജസ്റ്റ് ആയി. ചിലർക്ക് മറ്റേ സ്പൈസി കഴിച്ചിട്ട് വന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. കുഴപ്പമില്ല, നല്ലതായി. വിശപ്പും ഉണ്ട്, നല്ലൊരു ഫീലിംഗ്. ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. മാഡത്തിന് പറയാൻ എന്തായിരിക്കും ഇല്ലത്ത് വരാനായിട്ട് അവർക്ക് വിത്തൗട്ട് എനി റിഗ്രറ്റ് ദേ ക്യാൻ ലീവ് ഇല്ല ആഫ്റ്റർ ടേക്കിംഗ് ദ ട്രീറ്റ്മെന്റ്. അതാണ് എൻ്റെ ഞാൻ ഇനി അസുഖമുള്ളവരോട് എല്ലാവരോടും ഞാൻ ഇല്ലം റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു. താങ്ക് യു.